ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ വയ്യ, ശബ്ദം പോയി. പറയട്ടെ എന്താ റീസൺ? കാറ്റടിച്ച് വാഗമണ്ണിൽ തണുത്ത കാറ്റടിച്ചപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ സൗണ്ട് പോയി. അപ്പോൾ അതൊന്നുമല്ല ഇന്നത്തെ വിഷയം. ഇന്ന് നമ്മൾ ട്രിപ്പ് പോവുകയാണ് മൂന്നാർക്ക്. നമ്മൾ 3 ഫാമിലിയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതിപ്പോൾ UK നിന്ന് വന്നിട്ട് ഇതിപ്പോൾ 2ാമത്തെ ട്രിപ്പാണ് നമ്മൾ പോണേ. ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ ബാവുസ്വാമി. ഞങ്ങൾ റീൽസ് എടുക്കാനൊക്കെ പ്ലാനുണ്ട്. മേതു ഒരു ഹായ് പറയോ? പറയില്ലേ? ഇന്നലെ വിഷമത്തിലായിരുന്നു മേതു. വീട്ടിലെ കാർന്നവർ. ഋതുബി എന്താ ചെയ്യണേ? എന്തേലും ഒന്ന് പറയാമോ? ഒരു ഹായ് പറയോ ആൻറ്റി? ഹായ് എവരിബഡി, വെൽക്കം ടു ദ വീഡിയോ. തംസ് അപ്പ്. ഓക്കെ, എത്താണ് പോവാ? കളിക്കേ മോണിക്ക. നമ്മൾ പെരുമ്പാവൂരൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയിപ്പോയി. ഒന്നാമതേ ഭയങ്കര ചൂടുള്ള സമയത്താണ് നമ്മൾ ട്രിപ്പ് പോയത്. അപ്പോൾ ഒന്ന് ദാഹം മാറ്റാൻ വേണ്ടി നമ്മൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി അവസാനം നമ്മൾ മൂന്നാറിലേക്ക് എൻട്രി ചെയ്യുന്ന ആ മെയിൻ പാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ നല്ല രസമാണ്. ആ ഒരു വളവും തിരിവും കാടും മലയും കുന്നും അതൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഭയങ്കര വെയിലായിരുന്നു. അത് മാത്രമേ പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് എത്തിയേക്കാണ്. നമ്മൾ ആക്ച്വലി ഒരു വീടാണ് എടുത്തേക്കണേ. 4 റൂമുള്ള ഒരു വീടാണ് എടുത്തേക്കണേ. അപ്സ്റ്റേഴ്സിൽ റൂഫിൽ ഒരു റൂമും കൂടി ഉണ്ട്. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. ഇത് കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണേ. അപ്പം ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പുറത്തേക്കൊരു വ്യൂ ഉണ്ട്, ചെറിയൊരു വ്യൂ. എല്ലാം നല്ല വൃത്തിയായിരുന്നു. നമുക്ക് TV യൂണിറ്റ് ഉണ്ട്, സാധാരണ എല്ലാ ഇടത്തും കാണുന്ന പോലെ TV യൂണിറ്റ് ഉണ്ട്, ഒരു വാർഡ്രോബ് ഉണ്ട്, കണ്ണാടി ഉണ്ട്. ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, എന്നാലും കാണിക്കാം, ഒരു പ്രസന്നത്തിന് വേണ്ടി കാണിക്കാം. ഓക്കെ, പിന്നെ ഇത് അഭീഷ് ചേച്ചിയും സുജിത്തണ്ണനും സ്റ്റേ ചെയ്തിരുന്ന റൂമാണ്. അവിടുന്ന് ഭയങ്കര വലിയൊരു വ്യൂ ആണ് ഉണ്ടായിരുന്നത്. അടിപൊളി വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. അവിടുന്ന് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ക്യാമറയിൽ എത്രത്തോളം ക്യാപ്ചർ ആയിട്ടില്ല, പക്ഷെ എന്നാലും അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഒരു അടിപൊളി ആംബിയൻസും തണുപ്പും എല്ലാം കൂടി അടിച്ചങ്ങ് കയറുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ലഞ്ച്. നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടൊക്കെയാണ് വന്നത്. കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സമയമാവും. അപ്പോൾ കഴിക്കാനായിട്ട് നമുക്ക് കുക്ക് ചെയ്യാനും പുറത്ത് വേറെ സ്ഥലം കണ്ടുപിടിക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ട് വന്നു. സോ ഇനി നമ്മളുടെ യാത്ര ഒരു വ്യൂ പോയിന്റിലേക്കാണ്. പാവൻ്റെ കെട്ടിയൻ്റെ ശബ്ദം പോയിരിക്കുകയാണ് ഗൈസ്.
ഋതു 2 വാക്ക് പറയൂ, സംസാരിക്കും. മല എങ്ങനെയുണ്ട്? മല കണ്ടിട്ട് സൂപ്പറാണോ? സൂപ്പർ ഇഷ്ടപ്പെട്ടോ? തംസപ്പ് കാണുന്നില്ലല്ലോ. തംസപ്പ് നിന്റെ കാണിച്ച തംസപ്പ്. ഓക്കേ. മേതുമ്മ എവിടെ? മേതുമ്മ എന്ത്? മേതുമ്മ എവിടെ? കാണുന്നില്ലല്ലോ മേതുമ്മേനെ. മേതുമ്മ 2 വാക്ക് എന്തേലും പറ. എങ്ങനെയുണ്ട് കൊരങ്ങന്മാരെയും മലയൊക്കെ കണ്ടിട്ട്? നല്ലതാണോ? ഇഷ്ടായോ? ആ, ഓക്കെ. ബ്യൂട്ടിഫുൾ ആണ്. നമ്മളിപ്പോ ഡോർ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നേക്കുന്നത്. ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. സൺസെറ്റ് ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും. രണ്ടുപേരും കൂടി എവിടെയാ പോണേ? ആണോ? കമലി ചേച്ചിക്ക് അഭിഷ് ചേച്ചിക്ക് നല്ല തണുപ്പായിട്ട് നടക്കാൻ പോലും പറ്റുന്നില്ല. അയ്യോ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ദേ ഋത്തുവിനെ കണ്ടോ? ഫുള്ള് മണ്ണി കളിച്ച് ഋതു ഫുള്ള് അഴുക്കായി. കണ്ടോ? മേതുവിനെ നോക്ക്. ഋതുവും മേതുവും ഒക്കെ ഫുള്ള് അഴുക്കായി. ഇനി ഇവരെ ഒന്ന് കൈയൊക്കെ ഒന്ന് കഴിപ്പിച്ച് കാലൊക്കെ കഴിപ്പിച്ചിട്ട് വേണം കരക്കയറ്റാൻ. ഇവിടെ എന്താ നടക്കണേ? ചേട്ടാ ഒരു മര്യാദക്കൊക്കെ താഴോട്ട് ഇടുക കേട്ടോ. എന്റെ കാല് ശരീരമൊക്കെയാ. ഇവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ സ്റ്റേയിലേക്കാണ് പോയത്. ഓൾറെഡി എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. നമുക്ക് കഴിക്കാൻ പൊറോട്ട, ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, ഗാർലിക് ചിക്കൻ, പിന്നെ ഫ്രൈഡ് റൈസ്. സെർവർ അഭിഷ് ചേച്ചി ഫ്രൈഡ് റൈസ് പിള്ളേർക്ക്. എടുത്തോ. സൈലന്റ് ആയി ക്യാമറ. Disinformation. Oh, you are.
അപ്പോൾ ഇന്ന് നല്ല സൂപ്പർ ദിവസമായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ തന്നെ ഏകദേശം നടന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം ഡിലേ ഉണ്ടായി, പക്ഷേ എന്നാലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ നടന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞാനും ഋത്തുക്കുട്ടനും ഇവിടെയില്ല, കാർട്ടൂൺ കാണാണ്. അതിതുവരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിനൊന്ന് ഉറക്കണം. പിന്നെ എന്താ, ഇപ്പോൾ സമയം ഇവിടെ 12:30 കഴിഞ്ഞു. ബാക്കി എല്ലാവരും അപ്പുറത്ത് റൂമിൽ. ഇതിപ്പം ഈ ഒരു വീട് 3 റൂമായിട്ടാണ് തിരിച്ചേക്കുന്നത്. അപ്പം എല്ലാവരും അപ്പുറത്തെ റൂമിലാണ്. ഇവിടുത്തെ ഈ ഒരു സ്റ്റീലും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമുക്കതാണ് ഏറ്റവും കൂടുതൽ വേണ്ടതും, അതാണ് പ്രയോറിറ്റി കൊടുത്തത് നമ്മൾ. ഇനിയിപ്പോൾ നാളെ എവിടെയെങ്കിലും പോകുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയം എപ്പോഴാണെന്നും അറിയില്ല. ഋതു ഇതുവരെ ഉറങ്ങിയിട്ടില്ല, എപ്പോൾ ഉറങ്ങുമെന്നും അറിയില്ല. മേഘം ഉറങ്ങി ഓൾറെഡി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ടാറ്റ ബൈ ബൈ. ഋതു ടാറ്റ പറഞ്ഞേ, ടാറ്റ പറയൂ. ഗുഡ് നൈറ്റ് എവരിബഡി. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാൻ പറ. We just use the biggest thermometer as a lightning rod. Who needs an alien superhero when you've got good old-fashioned brain power?